ഹലോ, ഇന്ന് സൺഡേ. ഇതെന്താ അറിയോ? കഞ്ഞി ചെറുപയർ ഇന്ന് രാത്രി വെച്ചതാണ്. അപ്പോൾ ബാക്കിയിരുന്നപ്പോൾ പിന്നെ അത് കുറേ നേരം കഴിഞ്ഞാൽ കേട് വരുമില്ലേ, അപ്പം അങ്ങ് ചൂടാക്കി. അപ്പോൾ ഇതങ്ങനെ അടിപൊളിയായിട്ട് കടുമാങ്ങ വെള്ളമുണ്ട്, മുളക് ഇങ്ങനെ അടിപൊളിയല്ലേ? ഞാനൊന്ന് കഴിച്ച കൂട്ടാ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നും രാവിലെ കഞ്ഞിയാണ്. അപ്പം എനിക്ക് ഈ കഞ്ഞി സ്പൂൺ കൊണ്ട് കുടിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് കാണിക്കും, ഞാൻ പിഴിഞ്ഞ് ചോറ് മാത്രം തിന്നും, വെള്ളം പിന്നെ ഊറ്റി കുടിക്കും. എന്നാലും പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത ഒരു രസമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നല്ല രസമുണ്ട്. അപ്പോൾ സിമ്പിൾ അമ്പിൾ. ഓക്കെ, ഇതല്ല കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓരോ സ്ഥലത്തും ഓരോന്ന് പേര് പറയും. ചിലർ ചീനച്ചട്ടിയപ്പം എന്ന് പറയും, ചിലർ അടദോശ. അപ്പത്തെ ട്രെൻഡ് യൂട്യൂബൊക്കെ വന്നുകൊണ്ട് തോന്നുന്നു അടദോശ, നവരത്ന ദോശ, അങ്ങനെ കുറേ പേരിലറിയപ്പെടും. അതാണ് ഞാൻ ഉണ്ടാക്കിയത്. വേറെ ഒന്നുമില്ല, നമ്മളെല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും അരിയും എല്ലാം ഇട്ടുണ്ടാക്കുന്ന ദോശ അതാണ്. അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട്. ആരും എത്തിയില്ല കഞ്ഞി കുടിക്കാനല്ല ബ്രേക്ക്ഫാസ്റ്റിന്. സമയം 9:00 അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഇത് വേഗം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു രസം തോന്നി മൂടിന്. അപ്പോൾ ഇതൊരു കാര്യമാവുകയും ചെയ്യും, രാവിലത്തെ ആവുകയും ചെയ്തു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കാവാമെന്ന് വിചാരിച്ച് നമുക്ക് ചിലപ്പോൾ അത് കേടുവരാനോ അല്ലെങ്കിൽ പിന്നെ മടിയായിട്ട് അതങ്ങ് കളയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്താട്ടോ. മറ്റേതവിടെ ഇരിപ്പുണ്ടേ. ആരും സൺഡേ ആവുകൊണ്ട് ആരും നീറ്റ് വന്നില്ല, മക്കൾ നീറ്റില്ല. കെട്ടിയോ ഒന്ന് പോയി ജോലിക്ക് പോയിട്ട് വരാം, പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവർ വരാറായി. പിന്നെ നമ്മൾ ഈ പണി കഴിച്ചാലേ നമ്മുടെ വഴിപാട് പണി, നമ്മുടെ വർക്ക് ഫ്രം ഹോമല്ലേ, അപ്പോൾ വേഗം കഴിയണ്ടേ. അതാണ്. ഈ മുളകിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സിനിമയുടെ കാര്യം ഓർമ്മ വന്നോ? ഏതാണ്? മേലെ പറമ്പിലാണ് വീട്ടിലെ. അവരെല്ലാവരും കൂടെ കഞ്ഞി കുടിക്കുക. രാത്രി ഇരിക്കുമ്പോൾ എന്താ കൊടുക്കുക, എന്താ കൂട്ടാൻ? ഒരു മുളക് അങ്ങനെ എടുത്തോളിന്ന്. അതാണ്.